നിനക്കിവിടെ എന്തൊരു പണി? പാറാവ് അല്ല താറാവല്ലല്ലോ. നടത്തം കണ്ട അങ്ങനെയാണ് തോന്നുന്നത്. നീ കൂടുതൽ സംസാരിക്കാതെ വേണ്ട. ആദ്യം നിന്റെ പെങ്ങളെ കിട്ടിന്റെ ബാക്കി ശ്രീധര തുകയാണ്. ഇവിടെ അളിയനും പെങ്ങളും ഒക്കെ അങ്ങ് വീട്ടില്. ഇത് DGP ഓഫീസാണ്. ഇവിടെ ഞാനും നീയും പാറാവുകാരാണ്. സൈലൻസ്. ഇങ്ങനെയൊക്കെ നടന്നു പോണ കാര്യം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ആ കാലിന്റെ ഇടയിൽ നിന്ന് തോക്കെടുത്ത് മാറ്റും. നടന്നു പോവാ, ഒരു ബുദ്ധിമുട്ടും വരും. അതല്ല, ശമ്പളം വെച്ചിട്ടേ കുടുംബം നടത്തിക്കൊണ്ടു കാര്യം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ഓ അങ്ങനെ. എനിക്കൊരു അനിയുണ്ട്, 32 വയസ്സായി. അവ ഇപ്പോഴും വയറ്റിലാണ്. 32 വയസ്സായിട്ട് ഇപ്പോഴും വയറ്റിലാണോ? ഇതുവരെ പ്രസവിച്ചില്ല? അതല്ല, അവനെ വയറ്റില ഒരു ബാസ്കറ്റ് ബോളിന്റെ ടർഫ് നടത്തുന്നു. അപ്പോഴേ പൊക്കിളിന്റെ കുഴിയിലായിരിക്കും ബോൾ കൊണ്ടുവന്ന് തീർന്നത്. ബാസ്കറ്റ് ബോളിന്റെ ടർഫ് നടത്തിക്കൊണ്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന്. അവന് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞ അവൻ എന്നെ വിളിച്ച്. നിനക്കറിയാല്, എന്റെ അച്ഛൻ ഒരു ബസ് ഡ്രൈവറാണ്. കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ പറയല്ലേ, ബസിന്റെ ഡ്രൈവർ ആണെങ്കിലേ കയ്യില് സ്റ്റീറിംഗ് ആണ്. അതല്ല, കയ്യില് പൈസയൊന്നും ഇല്ലെന്ന്. പൈസ കാണൂലടാ, ഡ്രൈവർ അല്ലല്ലേ, കണ്ടക്ടർ അല്ലേ പൈസ വാങ്ങുന്നത്. സത്യനേശ, നീ ഇവിടെ നിന്ന് തമാശ പറയല്ലേ? കൊള്ളാം, ഇവിടെ നിന്ന് തമാശ പറയില്ലെന്ന്. അപ്പൊ കഴിഞ്ഞ തവണത്തെ പോലെ ഇപ്രാവശ്യം 2000 രൂപയും കൊണ്ട് പോകാനുള്ള പരിപാടിയാണ്. ഞാൻ ആദ്യമായിട്ട് നിന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പം നിന്റെ അച്ഛനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാൻ. എടാ, ആദ്യമായിട്ട് നീ പെണ്ണ് കാണാൻ വരുമ്പോഴത്തേക്ക് പെണ്ണിന്റെ അടുത്തല്ലേ എടാ സംസാരിക്കേണ്ടത്. നീ പോയി എന്റെ അച്ഛന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പോകും. അതല്ല, പിന്നെ ശ്രീധരത്തിന്റെ കാര്യം നിന്റെ അച്ഛനായിട്ട് സംസാരിച്ചെന്ന്. അപ്പൊ നിന്റെ അച്ഛൻ എന്നോട് പറയാണ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്റെ വീട്ടിന്റെ ബാക്കിലുള്ളതെല്ലാം നമുക്കുള്ളതാണെന്ന്. അതിനിപ്പോ എന്തൊരു പറ്റി? കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് വീട്ടിന്റെ ബാക്കിൽ ചെന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് ഒരു ആറും കുറെ പാറ. ഈ ആറും പാറയൊക്കെ പ്രകൃതിയിലുള്ളതാണ്. ഈ പ്രകൃതി നമുക്കുള്ളതല്ലേ. നീ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. ഞാൻ 4 പേരെ വെട്ടിയിട്ടുണ്ട്. നീ 4 പേരെ വെട്ടിയതേ ലൂഡോ കളിയിലായിരിക്കും. നീ കൂടുതൽ മാന്യനൊന്നും ആവണ്ടാ. എടാ, പെണ്ണ് കാണാൻ വന്നേന്റെ അന്ന് നീ യൂണിഫോമിലല്ലേടാ എന്റെ വീട്ടിൽ വന്നത്? അത് ഉത്തരവാദിത്തമുള്ള ഒരു പോലീസുകാരെ യൂണിഫോമിലൊക്കെ വരും. ഞാൻ അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, എടാ നിന്റെ ഈ ചട്ടിത്തല മറയ്ക്കാൻ വേണ്ടിയല്ലേടാ പോലീസിന്റെ തൊപ്പി വച്ചോണ്ട് നീ വന്നത്. എന്നിട്ടാ ആ കല്യാണത്തിന്റെ അന്ന് നീ ഞങ്ങളെ മൊത്തം നാണം കെടുത്തില്ലടാ. കല്യാണത്തിന് ഞാൻ എന്തോന്ന് നാണം കെടുത്തിയത്? ഞാൻ നല്ല വെള്ള മുണ്ടും വെള്ള ഷർട്ട് ഇട്ടല്ലടാ ഞാൻ കല്യാണത്തിന് വന്നത്. കൂട്ടത്തിൽ ഈ തൊപ്പിയും കൂടെ വച്ചിട്ടാണ് നീ താലി കെട്ടാൻ വേണ്ടി മണ്ഡപത്തിൽ കയറിയിരുന്നത്. പിന്നെ നാണം കെടൂലടാ. പിന്നെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോ അതിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. നീ കൊണ്ടുവന്ന് സർക്കാർ സ്കൂളിലല്ലേടാ ചേർത്തത്. ഒരു കാര്യം ചെയ്യ്, അല്ലെ നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പേര് പറ, ഞാൻ അവിടെ കൊണ്ട് ചേർക്കാം. ഞാൻ പറഞ്ഞു തരാടാ, സെന്റ് തെരേസ സപ്ലിസി. സെന്റ് തെരേസ എന്താ സർക്കാർ സ്കൂൾ മതി. ഇംഗ്ലീഷ് സ്കൂളിന്റെ പേര് വായിക്കൊള്ളൂല. ഒരാഴ്ചക്കകം എന്റെ ശ്രീധരത്തിന്റെ ബാക്കി എനിക്ക് തന്നില്ലെങ്കിൽ ഈ അമിതാഭ് ബച്ചൻ ആരാണെന്ന് നീ അറിയും. എടാ, നിന്റെ അച്ഛനെ ഹിന്ദി സിനിമയുടെ അടുത്ത് വല്ല വൈരാഗ്യം ഉണ്ടാവും. എടാ, ഒരു മഹാനായ നടനെങ്കിലും രോഹിച്ചോട്ട് ചോദിച്ചു പോയതാണേ. സൈലൻസ്. നിനക്കൊരു കാര്യം അറിയാമോ? എന്റെ മക്കളെ എന്റെ അടുത്ത് പോലും വന്ന് കിടക്കണില്ലടാ. ഈ രാത്രി പോലീസിന്റെ തൊപ്പിയും വെച്ചോണ്ടായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ടല്ല, ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം അവർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കാൻ പോലും തികയണില്ല. എന്നിട്ടാണ് നീ ഇന്നലെ ബിവറേജിൽ കയറി ഒരു അരയെടുത്തോണ്ട് പോയത്? അത് ചക്കക്കുരു വിറ്റിട്ടായിരിക്കുമല്ലേ? ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിന്നെ പോലെ ഡൂക്കിളി പോലീസല്ല. പിന്നെ ഇവിടെ ഈ സമരങ്ങൾക്ക് വരുമ്പം മുമ്പ് നിൽക്കണ പോലീസാണ്. അതുകൊണ്ട് എനിക്ക് തരാനുള്ളത് നീ ഇന്ന് തന്നെ തരണം. അത് ഞാൻ തരാം. അടിയിടിയും ചവിട്ടുമല്ലേ? അടിയിടിയും ചവിട്ടുക? പിന്നെ സമരത്തിന്റെ മുമ്പ് നിൽക്കുന്ന പോലീസുകാർക്ക് അടിയിടിയും ചവിട്ടും അല്ലാതെ പിന്നെ തേങ്ങ കിട്ടുന്നത്. ലോകവിവരമില്ലാത്ത കുടുംബം. നിന്റെ കുടുംബത്തിന് ഭയങ്കര ലോകവിവരമാണ്. എടാ, വിരുന്നിന് വന്നപ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകിയിട്ട് നിന്റെ അച്ഛനെ തറയെ കിടന്ന ടൗവലാണെന്നും പറഞ്ഞ് എന്റെ പൂടപ്പട്ടി എടുത്ത് തുടച്ച മോനാ. നിന്റെ പെങ്ങളെ ഞാൻ കിട്ടിയൊക്കെ ശരി തന്നെ, പക്ഷേ 2 പിള്ളേരാ ഞാൻ പൊന്നു പോലെയാണ് നോക്കണത്. നീ പറയണത് കേട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് 2 പിള്ളേരും കൂടെ ഞങ്ങൾ തന്നു വിട്ടാണക്കല്ലേ. എന്റെ അച്ഛൻ സംസാരിച്ചൊക്കെ തുടങ്ങി. ആണോ? 82ാമത്തെ വയസ്സിലാണ് നിന്റെ അച്ഛൻ സംസാരിച്ചു തുടങ്ങിയത്. എന്നാ കൊണ്ടൊന്ന് എഴുത്തിനിരുത്തറ. അതല്ല, പിന്നെ ശ്രീധരത്തിന്റെ കേസിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയെന്ന്. സസ്പെൻഷൻ. അയ്യോ സാറേ, തെറ്റിപ്പോയി. സസ്പെൻഷൻ അല്ല, സൈലൻസ്. കുറെ നേരമായി നിന്റെയൊക്കെ കച്ചറ പിച്ചറ ബഹളം. അതുകൊണ്ട് സൈലൻസ് അല്ല, സസ്പെൻഷൻ. അളിയാ, പണി പോയി അളിയാ.
നല്ല രസമുണ്ടായിരുന്നു. ചേച്ചി എന്നാ പറയാനല്ലേ? നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അവര് വെച്ചടി കേറി വരികയല്ലേ. സോ അതിന് നമ്മൾ എന്തായാലും എൻകറേജ് ചെയ്യും. എന്തായാലും നമുക്ക് നേരെ ബാറ്ററി നോക്കാം. നോക്കാം ബാറ്ററി എത്രത്തോളം ചാർജ് കയറിയെന്നുള്ള നോക്കാവേ. നിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ദുരിതം താളത്തിൽ ഞാൻ 10,000 rupees ആണ് നേടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സ്കിറ്റിന്റെ ത്രൂ ഔട്ട് ഞാനൊരു DGPനെ പ്രതീക്ഷിച്ചിരുന്നു. ശരി, അപ്പൊ എന്തായാലും ചേച്ചി 10,000 rupees ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോണ്ട്. കൺഗ്രാറ്റുലേഷൻ. യെസ് സർ. അപ്പൊ പൈസ കിട്ടിയില്ലേ?